ഗൂഗിൾ VS വിവരങ്ങളുമായിട്ടുണ്ട്. ഗൂഗിൾ, ഇപ്പോൾ പ്രതിഷേധമുണ്ടോ സ്കൂളിൽ? എന്താണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം? ഈ കുഞ്ഞിനെ ക്ലാസ് മാറ്റിയത് ഈ അധ്യയന വർഷത്തിന്റെ തുടക്കത്തിലാണോ? സമയത്ത് ഈ കുട്ടികളുടെ പേര് ഇപ്പോഴും പ്രതികരണങ്ങൾ. ഇവിടെ സമരം ഒരിക്കലും അവസാനിക്കുന്നില്ല. കൊലക്കുറ്റത്തിന് ഇവിടുത്തെ അധ്യാപകർക്കെതിരെ കേസെടുക്കണം. കൊലക്കുറ്റത്തിന് കേസെടുക്കണം. രണ്ടാമത്, ഇവിടെ ഈ ആരോപണ വിധേയനായ അധ്യാപകർ, ഈ രക്ഷിതാക്കൾ പറഞ്ഞത് കേട്ടാൽ മനസ്സിടറിപ്പോവും. ഇവിടെ നടക്കുന്നത് കൃത്യമായ കുട്ടികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന സ്വഭാവങ്ങളാണ്. ആ സ്വഭാവം നടത്തിയ, ആരോപണം നടത്തിയ അധ്യാപകരെ ഈ വിദ്യാലയത്തിൽ നിന്നും ഇനി തുടരാൻ പാടില്ല. നാളെ PTA മീറ്റിംഗ് ഉണ്ട്. അതിൽ വിദ്യാർത്ഥി സംഘടനകള്, യുവജന പ്രസ്ഥാന സംഘടനകള്, അതുപോലെ തന്നെ PTA കമ്മിറ്റി അംഗങ്ങള്, രക്ഷിതാക്കളൊക്കെ പങ്കെടുക്കും. പക്ഷെ ഇന്ന് ഇവർക്കെതിരെ കുറ്റം ആരോപിക്കപ്പെട്ട അധ്യാപകർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കാം. എന്താണ് തീരുമാനം? നാളെ PTA മീറ്റിംഗ് 2 മണിക്ക് PTA മീറ്റിംഗ് വിളിക്കാമെന്ന് മാനേജ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അതിലാണ് നാളെ PTA മീറ്റിംഗ് വിളിക്കാമെന്ന് മാനേജ്മെന്റ് പറഞ്ഞിട്ടുണ്ട് 2 മണിക്ക്. അതിനെ തുടർന്നാണ് ഇപ്പോൾ നാളെ 2 മണിക്കാണ്. 2 മണിക്ക് ഏതെങ്കിലും തരത്തിൽ കേസ് എടുക്കുന്നതായിട്ട് മുന്നോട്ട് നിലവിൽ ആൾറെഡി ഇതിൽ ഈ വിഷയത്തിൽ നാട്ടുകൽ പോലീസ് സ്റ്റേഷനിൽ കേസ് നടക്കുന്നുണ്ട്. ഈ കുട്ടിയെ മരിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് ബാക്കി നടപടികൾ അവർ ചെയ്യും. നാട്ടുകൽ സ്റ്റേഷൻ, അതൊക്കെ നാട്ടുകൽ പോലീസ് സ്റ്റേഷനാണ് ചെയ്യുന്നത്. ഏതായാലും ഇതിൽ നാട്ടുകൽ പോലീസ് സ്റ്റേഷനാണ് ഇതിൽ കേസെടുക്കുന്നത്. കാരണം ഈ കുട്ടിയുടെ വീട് വരുന്നത് നാട്ടുകൽ സ്റ്റേഷൻ പരിധിയിലാണ്. അവിടെയാണ് കേസടക്കമുള്ള നടപടികൾ ഉണ്ടാവുക. ഇവിടെ ഇത് ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷൻ പരിധിയാണ്. ഇവിടെ നാളെ 2 മണിക്ക് സ്കൂളിൽ PTA മീറ്റിംഗ് ഉണ്ടാകും. അതിൽ രക്ഷിതാക്കൾ ഉണ്ടാകും, വിദ്യാർത്ഥി സംഘടന. തുടങ്ങുന്ന സമയത്ത് തന്നെ ഈ ക്ലാസ് മാറ്റം ഉണ്ടായിരുന്നോ? എന്താണ് സ്കൂളുകാർ പറയുന്നത്? ഇപ്പൊ അമ്മ പറയുന്നത് ഈ കുട്ടിയല്ല മറ്റൊരു കുട്ടിയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്ന് അമ്മയുടെ ഒരു പ്രതികരണമുണ്ട്. അപ്പൊ എന്ത് ഇഷ്യൂ ആണ് ഉണ്ടായത്? ഗൂഗിൾ, കേൾക്കാമെങ്കിൽ ഈ ക്ലാസ് മാറ്റം ഉണ്ടായത് അധ്യയന വർഷത്തിന്റെ തുടക്കത്തിലാണോ അതോ കഴിഞ്ഞ 2-3 ദിവസത്തിനിടെയാണോ? ഈ അമ്മ പറയുന്നത് ഈ കുട്ടിയല്ല മറ്റൊരു കുട്ടിയാണ് പ്രശ്നമുണ്ടാക്കിയെന്നൊരു പ്രതികരണവും നമ്മൾ കേട്ടു. അപ്പൊ എന്ത് ഇഷ്യൂ ആണ് യഥാർത്ഥത്തിൽ സ്കൂളിൽ ഉണ്ടായത്? അതായത് രക്ഷിതാക്കൾ ഇന്ന് പറയുന്നത്, അതായത് ഈ സ്കൂളിൽ 9-10 ക്ലാസ്സുകളിൽ ആദ്യ 3 മാസം കഴിഞ്ഞതിന് ശേഷം ഒരു ക്ലാസ് ടെസ്റ്റ് നടത്തും. അതിൽ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടികളെ ക്ലാസ്സായി, അതായത് 3 ഡിവിഷനുകളായി തരംതിരിക്കുക എന്നുള്ളതാണ് രക്ഷിതാക്കൾ പറയുന്നത്. അതിൽ ഈ കുട്ടിക്ക് മാനസികമായ വലിയ വിഷമം ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയാണ് ഈ ഒരു സംഭവം ഉണ്ടായതെന്നും രക്ഷിതാക്കൾ ആരോപിക്കുന്നു. ഇപ്പോൾ അതിൽ നാളെയാണ് PTA മീറ്റിംഗ് വെച്ചിട്ടുള്ളത്. നാളെയാണോ PTA മീറ്റിംഗ്? നാളെ 2 മണിക്കാണ് PTA മീറ്റിംഗ് വെച്ചിട്ടുള്ളത്. പലരും പറയുന്നത് ഈ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ ഷഫിൾ ചെയ്തിട്ട് ഈ ഇപ്പോൾ മരിച്ച കുട്ടിയും വേറെ ഒരു 2-3 കുട്ടികളും കൂടെ കുറേ ആമ്പിള്ളേരെ ഇടയിൽ കൊണ്ട് ഇരുത്തിയിട്ട് മാനസികമായിട്ട് ആ ഒരു പ്രഷർ കിട്ടിയിട്ടാണ് കുട്ടി അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു. കുട്ടി പോകുമ്പോൾ തന്നെ വളരെ കരഞ്ഞുകൊണ്ടൊക്കെയാണ് വീട്ടിൽ പോയിട്ടുള്ളത്. തുടങ്ങിയ ആദ്യം തന്നെ ജൂണിൽ തന്നെ പറയുന്നത്, ജൂൺ മാസം തന്നെ ഇത്തരത്തിൽ ഷഫിൾ ചെയ്ത മാർക്ക് എന്താ വെച്ചാൽ ഇതിപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് ഷഫിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ 2 മാസമായിട്ടുള്ള ക്ലാസ് തുടങ്ങിയിട്ട് ഈ 2 മാസത്തിനിടയ്ക്ക് 4 എക്സാം കഴിഞ്ഞു. എൻ്റെ മോളുടെ ക്ലാസ്സിൻ്റെ കാര്യം പറയുന്നത് 4 എക്സാം കഴിഞ്ഞു. ഈ 4 എക്സാമിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 3-4 പ്രാവശ്യം ഷഫ്ലിംഗ് കഴിഞ്ഞു. മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ അതായത് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഏകദേശം ഒരു 2 മാസം ആവുന്നേ ഉള്ളൂ ക്ലാസ്സുകൾ തുടങ്ങിയിട്ട്. 4 എക്സാമുകൾ കഴിഞ്ഞു. മാർക്കിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ ഡിവിഷനുകൾ തിരിച്ച് ഇരുത്തുന്നു. അങ്ങനെയുള്ള മാനസിക പ്രയാസമാണ് ഈ കുട്ടിക്ക് ഉണ്ടായതെന്നാണ് ഇപ്പോൾ രക്ഷിതാക്കൾ പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് പല കുട്ടികളുടെ രക്ഷിതാക്കളും പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ സ്കൂളിലുണ്ടെന്ന് രക്ഷിതാക്കൾ ആരോപിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മരിച്ച കുട്ടിയുടെ രക്ഷിതാക്കൾ നമ്മളോട് മാതൃഭൂമി ന്യൂസിനോട് വ്യക്തമാക്കി പറഞ്ഞതാണ് ഇത്തരത്തിൽ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ കുട്ടിയെ തരം തിരിക്കുന്നു. അതിൽ വലിയ മാനസിക പ്രയാസമുണ്ടായി. അത് ചില അധ്യാപകരോട് പറഞ്ഞിരുന്നു. പക്ഷെ അവരത് വീട്ടിൽ രക്ഷിതാക്കളോട് പറഞ്ഞില്ല എന്നുള്ളതാണ് വലിയൊരു ആരോപണമായി രക്ഷിതാക്കൾ പറയുന്നത്. അതേ സമയം തന്നെ നമ്മൾ സ്കൂൾ അധികൃതരുടെ പ്രതികരണം ഈ പ്രതിഷേധത്തിനിടെ തേടിയിരുന്നു. അവർ പറയുന്നത് തങ്ങൾ പല കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഡിവിഷൻ തിരിക്കുന്നത്, മാർക്കല്ല എന്നുള്ളതാണ്. പക്ഷെ അത് സ്വാഭാവികമായും വലിയ പരിശോധന വേണ്ടതാണ്. അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ എല്ലാ വർഷവും അങ്ങനെ പ്രൈവറ്റ് സ്കൂളുകളിൽ ക്ലാസ്സുകൾ മാറ്റാറുണ്ട്. പക്ഷെ പരീക്ഷയിട്ട് ഇങ്ങനെ 3-4 തവണയൊക്കെ ഷഫ്ലിംഗ് ഉണ്ടാവുക, അതങ്ങനെ സ്വാഭാവികമാണോ എന്ന് എനിക്കറിയില്ല. അതിനെക്കുറിച്ച് അധികം പറഞ്ഞോ ഈ സ്കൂൾ അധികൃതർ?
നമ്മൾ സ്കൂൾ അധികൃതരോട് ചോദിച്ചപ്പോൾ അവർ ഇതിലൊന്നും കൃത്യമായൊരു മറുപടി നമ്മൾ പ്രിൻസിപ്പാളോട് ചോദിച്ചു. അവരൊന്നും ഞാൻ ഈ സംഭവം അറിഞ്ഞ് ഏകദേശം 4 തവണ ആദ്യം ഇവിടെ എത്തുന്നതിന് മുൻപ് സ്കൂൾ പ്രിൻസിപ്പാളിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ അവർ ഫോൺ എടുത്തില്ല. സ്വാഭാവികമായ തിരക്കുകൾ കൊണ്ടായിരിക്കാം. ഇവിടെ എത്തി നമ്മൾ പ്രതികരണമായി ചോദിച്ചപ്പോൾ അവർ കാര്യമായി ഒന്നും പറഞ്ഞില്ല. പിന്നീട് മറ്റൊരു സിസ്റ്ററാണ്, ഒരു അധ്യാപികയാണ് നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞത്. അവർ പറയുന്നത് ഇത്തരത്തിൽ തങ്ങൾ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലല്ല തരംതിരിക്കുന്നത്, പല പല സോഷ്യൽ ആക്ടിവിറ്റീസിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ്. പക്ഷേ ഒരു മാസം ഇത്രയധികം ഡിവിഷനുകൾ തിരിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളതൊക്കെ സ്വാഭാവികമായും അവർ ഇനി മറുപടി പറയേണ്ടതാണ്. ഇന്ന് നമുക്ക് അത്തരത്തിൽ കൂടുതൽ ചോദ്യങ്ങൾ അവരോട് ചോദിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. സ്വാഭാവികമായ ഒരു പ്രതിഷേധത്തിൻ്റെ ഒരു അന്തരീക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രവുമല്ല അവരെ നമുക്ക് ഫോണിൽ നേരത്തെ നമ്മൾ പലതവണ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു, അപ്പോഴൊന്നും കഴിഞ്ഞുമില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായും നാളെ PTA മീറ്റിംഗിൽ ഇതിലൊക്കെ നമുക്ക് കൂടുതൽ വ്യക്തത വരും. നാളെ കൂടുതൽ ഈ എന്തായാലും അവിടെ പ്രതിഷേധത്തിനായി ഇത്രയധികം ആളുകൾ എത്തുന്നു. സ്കൂൾ അധികൃതർ സ്വാഭാവികമായും അവരോട് സംസാരിച്ചിട്ടുണ്ടാവില്ലേ? എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നത് സംബന്ധിച്ച് എന്ത് വിശദീകരണമാണ് നൽകിയത്? ഇപ്പോൾ മാധ്യമങ്ങളോട് ഇത് വെളിപ്പെടുത്തുന്നില്ല എങ്കിലും പ്രതിഷേധത്തിനെത്തുന്ന ആളുകളെ ഇത് പറഞ്ഞു മനസ്സിലാക്കുക എന്ന് പറയുന്നതുമില്ലേ? തീർച്ചയായും അതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അങ്ങനെ പ്രതിഷേധത്തിൽ വന്നവരെയും ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ അധികൃതർക്ക് കഴിഞ്ഞില്ല എന്നുള്ള പറയാം. അതുകൊണ്ടാണ് ഇവർ ഇപ്പോഴും ഇവിടെ കുത്തിയിരിക്കുന്നുണ്ട്. നിങ്ങൾ ഇരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അധ്യാപകരോ അല്ലെങ്കിൽ ഈ സ്കൂൾ അധികൃതരോ കാര്യമായ വിശദീകരണം നിങ്ങൾക്ക് എന്തെങ്കിലും നൽകിയോ? ഇവർ വിശദീകരണം ഈ മാനേജ്മെന്റ് ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടുന്ന് പറയുന്നത് പോലീസും അതുപോലെ തന്നെ ചർച്ച നടത്തിയ PTA അധ്യാപകരൊക്കെ സംഘടിപ്പിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ അധ്യാപകരെ നാളെ പുറത്താക്കാമെന്നും ഇവർക്കെതിരെ കേസെടുക്കാന്ന് പറഞ്ഞു. അപ്പോൾ MSFന്റെ പ്രിയപ്പെട്ട പ്രതിനിധികളെ പരാതി കൊടുത്തിട്ടുണ്ട്, അത് നാളെ കേസെടുക്കാന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്കിപ്പോ പോലീസിന്റെ ഭാഗത്തുനിന്ന് കേസെടുക്കും, അതിന് പരാതി കൊടുത്തു. പക്ഷെ ഈ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഈ ആരോപണ വിധേയരായ അധ്യാപകരെ പുറത്താക്കാൻ എന്താണ് ഇവർക്ക് പ്രശ്നം? അത് പുറത്താക്കി ലെറ്റർ കിട്ടിയിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോവുള്ളൂ. ഞങ്ങൾ സമാധാനം ഇവിടെ അക്രമാസക്തി കാണില്ല, ഞങ്ങൾ ഇവിടെ ഇരിക്കും. ഞങ്ങൾക്ക് ആ ലെറ്റർ തരാൻ മാനേജ്മെന്റ് എന്താണ് പ്രശ്നം? നടപടി എടുത്തു എന്ന് പറഞ്ഞു. നടപടി എടുത്തു എന്ന് ആര് കണ്ടു? നമ്മൾ വാക്കാലല്ലേ? നമുക്ക് വാക്കാലല്ല, നമുക്ക് രേഖാമൂലം കാണിക്കാം. ഈ സ്റ്റെല്ല പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള ഇത് ആരോപണ വിദ്യ അധ്യാപകരെ നിങ്ങൾ കേട്ടല്ലേ? ഡിവിഷൻ തിരിക്കുന്നതിനെ കുറിച്ചൊക്കെ രക്ഷിതാക്കൾ പറയുന്നത് നിങ്ങൾ കേട്ടോ? രക്ഷിതാക്കൾ ഇവിടെ പഠിപ്പിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ പുറത്ത് ജോലി ചെയ്യുന്ന ആളുകളാണ്. അവർ പറഞ്ഞ അഭിപ്രായം കേട്ടോ? അവർ പറഞ്ഞ അഭിപ്രായം എന്താണ്? ഈ പറയപ്പെട്ട അധ്യാപകരുടെ പീഡനാണ് ആ രക്ഷിതാക്കൾ പറഞ്ഞത്. ഡിവിഷൻ തിരിക്കുന്നതിനെ കുറിച്ച് എന്തെങ്കിലും സ്കൂൾ മാനേജ്മെന്റിന്നോ അല്ലെങ്കിൽ അധികൃതർ എന്തെങ്കിലും പറഞ്ഞിരുന്നോ ഈ ഒരു വിഷയത്തെക്കുറിച്ച്? ഇപ്പോൾ ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഡിവിഷൻ തിരിക്കുന്നതിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും വിശദീകരണം നൽകി? ഈ അതിനെക്കുറിച്ചൊരു വിശദീകരണം അവർക്ക് തരാനില്ല. കാരണം വിദ്യാഭ്യാസ വകുപ്പില് വിദ്യാർത്ഥി സംഘടനകൾ പറയുന്നത് സ്കൂളിന്റെ ഭാഗത്തുനിന്ന് ഇത്രയും വലിയൊരു പ്രതിഷേധമൊക്കെ ഉണ്ടാകും. ഒരു കുഞ്ഞിന്റെ മരണം സംഭവിക്കുമ്പോൾ സ്കൂൾ അധികൃതർ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളോട് അല്ലെങ്കിൽ പരസ്യമായി തന്നെ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകാൻ തയ്യാറാകേണ്ടതാണ്. എന്തായാലും നാളെ മീറ്റിംഗ് വെച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ